എനിക്ക് ഋഷിയും സിദ്ധാർത്ഥനും സ്മൃതിയും ഒരുപോലെ തന്നെയാ. ഇന്നുവരെ ഞാൻ അവരെ രണ്ട് കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. സിദ്ധാർത്ഥൻ എന്റെ മൂത്ത മകൻ തന്നെയാ. മാത്രമല്ല എന്റെ മക്കളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാ സിദ്ധാർത്ഥൻ. മഹേട്ടൻ, ഞാൻ... എന്നാലും നീ എന്നെ തെറ്റിദ്ധരിച്ചല്ലോ ജാനകി. ഇത്രയും കാലം കൂടെ കഴിഞ്ഞിട്ടും എന്റെ ഉള്ളിൽ നീ തിരിച്ചറിയാതെ പോയല്ലോ. ഞാൻ സ്വാർത്ഥനാണല്ലേ? എനിക്ക് എന്റെ മക്കളെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ അല്ലേ? വേറെ ആര് പറഞ്ഞാലും ഞാനത് സഹിക്കും. പക്ഷെ നീ അത് പറഞ്ഞല്ലോ ജാനകി. നീ എന്നെ സംശയിച്ചല്ലോ. എന്നോട് ക്ഷമിക്കും മഹേട്ട. ഞാൻ അറിയാതെ എന്റെ പൊട്ട ബുദ്ധിയിൽ എന്തൊക്കെയോ തോന്നിപ്പോയി. അതൊക്കെ തെറ്റായി പോയെന്ന് എനിക്കിപ്പം മനസ്സിലായി. ഞാനെന്തിനാ അങ്ങനെയൊക്കെ ചിന്തിച്ച്? ഈശ്വര, ജാനകി കരയരുത്. എന്നാലും ഞാൻ... മനുഷ്യന്റെ മനസ്സല്ലേ ജാനകി, എപ്പോഴും നല്ലത് തന്നെ ചിന്തിക്കണമെന്നില്ല. നമ്മൾ പോലും അറിയാതെ ചില തെറ്റായ ചിന്തകള് എപ്പോഴെങ്കിലുമൊക്കെ മനസ്സിൽ കടന്നു വന്നിരിക്കും. അത് സ്വാഭാവികമാ. നീയും അതുപോലെ എന്തൊക്കെയോ ചിന്തിച്ചു പോയി. അത് ഞാൻ മനസ്സിലാക്കുന്നു. എന്നോട് ക്ഷമിച്ചു എന്ന് പറ മഹേട്ട. എന്നോട് ക്ഷമിച്ചു എന്ന് പറ. നമുക്കിടയിൽ ഒരു മാപ്പ് പറച്ചിലിന്റെ ആവശ്യമില്ല ജാനകി. ഞാനത് മറന്നു. നീ സമാധാനിക്കേ. വരൂ, അകത്തേക്കിരിക്കുക. ഇരിക്കൂ. ദേവിക, ഇതാ അവര് വന്നു. എന്താ സംഭവം? കല്യാണത്തിന് പിന്മാറാനായിട്ട് ദേവിക പറഞ്ഞതായി ആനന്ദ് എന്നോട് പറഞ്ഞു. കാരണം ചോദിച്ചിട്ട് ഇവൻ വ്യക്തമായിട്ടൊന്നും പറയുന്നില്ല. ഇവിടെ വന്ന് സംസാരിക്കാന്നാണ് ഇവൻ പറഞ്ഞത്. എന്താ ഇഷ്യൂ? അത് ദേവിക വന്നല്ലോ. ദേവികയോട് ഞാൻ ചോദിക്കാം. എന്താ മോളെ, എന്താ പ്രശ്നം? എന്തിനാ മോള് ബന്ധം വേണ്ടാന്ന് ആനന്ദിനോട് പറഞ്ഞത്? ആനന്ദ് എന്തെങ്കിലും മോശമായിട്ട് മോളോട് പെരുമാറിയോ? ദേവു, അമ്മ ചോദിച്ചു കേട്ടില്ലേ, മറുപടി പറയൂ. ഈ ആലോചന വന്നപ്പോ മോള് സന്തോഷത്തോടെയല്ലേ ഈ ആലോചനക്ക് സമ്മതം മൂളിയത്? അമ്മ, ചേച്ചി ആ സിദ്ധാർത്ഥേട്ടനെ വിവാഹം കഴിക്കാന്ന് സമ്മതിച്ചിരിക്കുന്ന നേരത്തെ ഇവർ തട്ടിക്കയറി വന്നിരിക്കുന്നത്. ഇതിപ്പോ എല്ലാം കുളമാവെന്ന് തോന്നുന്നു. ഇവരെങ്ങാനും ചേച്ചിയുടെ മനസ്സ് മാറ്റിയോ ഞാനും അഭയായിട്ടുള്ള കല്യാണം. നീയൊന്നും വെയിറ്റ്, ഇപ്പൊ സീൻ മാറും. അന്ന് നിങ്ങൾ വന്ന് പെണ്ണ് കണ്ടുപോയതിന് ശേഷം ഇവിടെ പൊന്നാരം തോട്ടത്തുകാർ വന്നിരുന്നു. പൊന്നാരം തോട്ടത്തുകാരെന്ന് വെച്ചാൽ ദേവികയുടെ അനിയത്തി ഗോപിയെ കല്യാണം കഴിച്ച കുടുംബമാണ്.
ഇപ്പൊ എങ്ങനെയുണ്ട്? ആരാ ഇത്? ഭദ്രൻ. അയ്യോ ഭദ്ര, ആരാ നീ? വേണ്ട. ഭദ്ര വേണ്ട, അയാൾ ഉപദ്രവിക്കരുത്. അയാൾ ദേവികയ്ക്ക് വിവാഹാലോചനയിട്ട് വന്നയാളാ. അപ്പൊ നീ തന്നെയാണ് ആള്. ദാ, ഈ നിൽക്കുന്ന ദേവികെ എന്റെ പെണ്ണാടാ. ഇവളെ കെട്ടി കൂടെ പൊറപ്പിക്കാന്നുള്ള ഭൂതിയും കൊണ്ട് ഒരുത്തനും ഇതിനകത്ത് കയറണ്ടാ. വെച്ചേക്കില്ല ഞാൻ, കുത്തി മലത്തിക്കളയും. അയ്യോ എന്താടാ? എന്റെ മോനെ വിടെ. നീ ആരടാ? എന്റെ ദേഹത്ത് കൈവയ്ക്കാൻ നീ ആരാന്ന്? കൊല്ലും തിന്നൂന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ ഞാനങ്ങ് പേടിച്ചു പോന്ന് വിചാരിച്ചോ? ഊച്ചവളത്തരം കാണിച്ചാലേ എന്റെ കൈയുടെ ചൂട് നീ അറിയും. ഭദ്രനെ വരട്ടുന്നോടോ നീ? നിനക്ക് ഭദ്രൻ ആരാണെന്ന് അറിയില്ല. ഡാ, കൊല്ലൂന്ന് പറഞ്ഞാ ഭദ്രൻ കൊന്നിരിക്കും. കൊന്നിട്ട് കൊണ്ടാ. അയ്യോ ഭദ്ര, ഭദ്ര വേണ്ട. ഭദ്ര ഭദ്ര വേണ്ട. പറയുന്നു കേക്ക്. വിടാൻ. വിടടാ. അയ്യോ വിടാനല്ലേ പറയുന്നേ? വിടാൻ. എടാ ഭദ്ര. വിട്ടു. കൈയെടുത്തു. ഭദ്ര വേണ്ട. പൊക്കോടാ. കൂടുതൽ അഭ്യാസം കാണിക്കാതെ ഇറങ്ങി പൊക്കോണം. തള്ളേ, ഇവനെ വിളിച്ചോണ്ട് ഇറങ്ങി പൊക്കോ. ഇല്ലെങ്കി ഇവന്റെ ജട ഇവിടെ വീഴും. തള്ളേനെ വിളിച്ചോണ്ട് ഇറങ്ങി പോടാ. നിന്റെ കല്യാണാലോചന സംബന്ധാലോചന ഒക്കെ ഇവിടെ വെച്ച് നിർത്തിക്കോണം. മനസ്സിലായോ? അയ്യോ അയ്യോ വേണ്ട. വേണ്ട. അയ്യോ തള്ളേ, ആനങ്ങി പോരുത്. അമ്മയൊന്നും ചെയ്യരുത്. നിന്റെ അമ്മയുടെ ജീവൻ ഇപ്പൊ എന്റെ കയ്യിലാ. ഈ കത്തി കഴുത്തിൽ ചേർത്തൊന്ന് വലിച്ചാൽ ഇവരിവിടെ കിടന്ന് പെടച്ച് ചാവും. അത് വേണോ? ഭദ്ര, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. വേണ്ട. വേണോടാ. നിനക്ക് നിന്റെ അമ്മയുടെ ജീവൻ വേണോ ദേവിക വേണോ? ഇപ്പൊ തീരുമാനിക്കണം. ഭദ്ര ഭദ്ര നീ എന്തേ കാണിക്കുന്നേ? നമുക്ക് ഇവിടുന്ന് കല്യാണം വേണ്ട. അമ്മേ, മോനെ, നീ ഒന്നും പറയണ്ട, ഞാൻ പറഞ്ഞോളാം. മോളെ മോളെ, ഞങ്ങളായിട്ട് ഒന്നിനും വരുന്നില്ല. ഞങ്ങൾ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറുക. അമ്മേ, നീ ഞാൻ പറയുന്ന അനുസരിച്ചാ മതി. ഇല്ല, വരില്ല. ഞങ്ങൾ ഈ ഭാഗത്തോട്ട് വരില്ല. ഉറപ്പാണല്ലോ? ഉറപ്പാ. പിന്നീട് വാക്കൊന്നും മാറ്റി പറയില്ലല്ലോ? ഞങ്ങൾക്ക് ഈ ബന്ധം വേണ്ട. മോനെ, വിളിച്ചോണ്ട് പോടാ. മോനെ വാ, നമുക്ക് പോകാം.
ആ വാ നമുക്ക് പോകാം. വാ പോകാം. വാ പോടാ. നടക്ക്. വാ നടക്ക്. ഡാടാ നിന്നെ. ഏയ്, വിട്. ആ എന്നെ വിട്. ആ, 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 ആ. അടങ്ങി നിക്ക്, അടങ്ങി നിക്ക്, ശ്ശേ, അടങ്ങി നിക്ക് മോളൂ. വിടാനല്ലേ പറഞ്ഞേ. ഭദ്ര, വിട്. ചേട്ട ഇതൊന്ന് ഊരിക്കോട്ടെ. ഭദ്ര, ഞാൻ പറയുന്നത് കേൾക്ക്. വിട്. അടങ്ങി നിൽക്കാൻ. വിട്. അടങ്ങി ഓടി. കയ്യിന്ന് വിട്. അടങ്ങി നിൽക്കാൻ. ഏയ്, വിട്. ആ, വേലം പിടിക്കാടി. വിടാനല്ലേ പറഞ്ഞേ. താൻ എന്തിനാ കൈ കയറി പിടിക്കുന്നേ? ഞാനിതൊന്ന് ഊരിക്കോട്ടെ. വിട്. നീയേ ഇതുകൂടി കൊണ്ടുവയ്ക്കോ. പോടാ. മോനെ അമ്മ പറയുന്നേ. വാ പോവാം. എന്താടാ? മോനെ വാ നടക്ക്. വാ പോവാം. നടക്ക് മോനെ നടക്ക്. അതെ, നിന്നെ കെട്ടാൻ ഏതവൻ വന്നാലും ഇതായിരിക്കും അവരുടെയൊക്കെ അനുഭവം. അതുകൊണ്ടെല്ലാം ഇവിടെ വെച്ച് നിർത്തിക്കോ. അതെ, നിന്നെ കെട്ടാൻ ഭദ്രനുണ്ട്. ഇനി നമുക്കത് വെച്ച് താമസിപ്പിച്ചാൽ ശരിയാവില്ലല്ലോ. ഉടനെ നമ്മുടെ കല്യാണം നടത്താം. അത് നടന്നിരിക്കുകയും ചെയ്യും. ഞാൻ ദേവുവിനെ കാണാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തത്. ഒരു റൗഡി വന്ന് ഭീഷണിപ്പെടുത്തിയോണ്ട് ഞാൻ പേടിക്കൊന്നുമില്ല. അമ്മയൊന്ന് പേടിച്ചു, ആ പേടി ഞാൻ കാര്യമാക്കുന്നില്ല. അല്ല, എന്താ വന്നവന്റെ പേര്? ഭദ്രൻ. ആ, ഭദ്രൻ എന്നല്ല, അവനെക്കാളും വലിയ കൊല കൊമ്പം വന്നാലും എന്റെ തീരുമാനത്തിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. ഞാൻ തീരുമാനിച്ച തന്നെ. ഇന്നലെ നടക്കാൻ പാടില്ലാത്തെല്ലാം ആ ഭദ്രനായിട്ട് വീട്ടിലുണ്ടാക്കിപ്പോയി. അതിൽ ആനന്ദനും അമ്മയ്ക്കുണ്ടായ വിഷമത്തിന് ഞാൻ മാപ്പ് ചോദിക്കാം. ആ വൃത്തികെട്ടവനെ പേടിച്ചിട്ടാണോ ദേവിക കല്യാണത്തിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനമെടുത്തത്? അത് അവനെ ദേവിക ഭയപ്പെടുകയൊന്നും വേണ്ട. അവനെ നമുക്ക് പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാം. അതിനിപ്പം ഞാൻ വിചാരിച്ചാലും മതി. അതുകൊണ്ട് അവന്റെ വിഷയം മറന്നേക്ക്. അത് മാത്രല്ല, വേറെയും പല പ്രശ്നങ്ങളുണ്ട്. നമ്മൾ തമ്മിലുള്ള വിവാഹം നടന്ന എനിക്ക് മറ്റു പലരെയും വിഷമിപ്പിക്കേണ്ടി വരും. അതിനെനിക്ക് താല്പര്യമില്ല. അതിനുവേണ്ടി ഞാൻ മുതിരുകയില്ല. അതുകൊണ്ട് ആ വിവാഹത്തിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനം ഞാൻ എടുത്തത്. ആനന്ദൻ എത്ര പറഞ്ഞാലും
എനിക്ക് ആ തീരുമാനം മാറ്റാൻ പ്രയാസമാണ്. ദേവികയോട് ഞാൻ ഇപ്പോഴും പറയുക, വെയിറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാ. ദേവിക ഒരിക്കൽ കൂടി മനസ്സിരുത്തി ചിന്തിക്കണം. ഇപ്പോ താൻ എടുത്തിരിക്കുന്ന തീരുമാനം എന്തൊക്കെയോ ചില സമ്മർദ്ദങ്ങളുടെ പുറത്താ. അങ്ങനെയല്ല ജീവിതത്തിലെ പ്രധാന തീരുമാനങ്ങൾ എടുക്കേണ്ടത്. എന്തായാലും താൻ ആലോചിക്കുക, നന്നായി ആലോചിച്ചൊരു തീരുമാനത്തിലെത്തുക. പക്ഷേ ആ ഡിസിഷൻ നമുക്ക് ഫേവറബിൾ ആയിരിക്കണം. അതാ എൻ്റെ വിശ്വാസം. മാലാക മലക ഇപ്പോഴാണോ എന്നെ? ഞാൻ എത്ര നേരമായിട്ട് കാത്തിരിക്കാന്നറിയോ? മലക എന്താ വൈകി പോയേ? ഓ, ഫ്രണ്ടായിട്ട് വർത്താനം പറഞ്ഞിരിക്കായിരുന്നോ? അതെ. എന്നിട്ട് പറഞ്ഞു തീർന്നോ? തീർന്നു. എന്നാ വാ, നമുക്ക് പാർക്കിൽ പോയിട്ട് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാം. ആനന്ദം പോയിക്കോളൂ. ഞാൻ പോവാം. പക്ഷേ ദേവിക റീതിങ്ക് ചെയ്യണം. നമുക്ക് അനുകൂലമായ തീരുമാനം എടുക്കണം. ശരി, നിങ്ങളുടെ കാര്യം നടക്കട്ടെ. നമുക്ക് പാർക്കിൽ പോവാം. അയ്യോ, എനിക്കിപ്പോ അതിന് സമയമില്ല കുട്ടാ. ഒന്നും പറഞ്ഞാ പറ്റില്ല. പാർക്കിൽ പോണെന്ന്. നല്ല കുട്ടനല്ലേ, പറയുന്ന കേൾക്ക്. നിന്നോടൊരു കാര്യം പറഞ്ഞാൽ നീ അത് കൃത്യമായി എനിക്ക് ചെയ്തു തരണം. സാർ കാര്യം പറയും. അതെ, നീ ഇനി സിദ്ധുവിന്റെ മാലാകെ കാണുമ്പോ അവളുടെ പേരും ഫോൺ നമ്പരും ചോദിച്ചു വാങ്ങണം. അല്ലെങ്കിൽ അവളെ പറ്റിയുള്ള സകല ഡീറ്റെയിൽസും അറിയണം. ഞാൻ ശ്രമിക്കാം സാർ. ശ്രമിച്ചാ പോരാ, ചോദിച്ച് ഫോൺ നമ്പർ വാങ്ങിച്ചെടുക്കണം. കിട്ടിയേ പറ്റൂ. ഞാൻ നോക്കാം സാർ. പിന്നെ ഞാൻ പറഞ്ഞിട്ടാണ് നീ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ഒരാളും അറിയരുത്. മനസ്സിലായി. പോവാം. മാഡം, ഞാൻ മാഡത്തെ കാണാൻ കുറെ നാളായിട്ട് ശ്രമിക്കാം. എന്താ കാര്യം? നമ്മൾ ഇത്ര നാളായിട്ട് തമ്മിൽ കാണുന്നുണ്ടെങ്കിലും എനിക്ക് മാഡത്തിന്റെ പേരോ ഫോൺ നമ്പറോ ഒന്നും അറിയില്ലല്ലോ. എനിക്ക് അത് വേണമായിരുന്നു. അതെന്തിനാ? അതും കുട്ടൻ മാഡത്തെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചാ മാഡത്തെ ഒന്ന് വിളിച്ചു പറയോ, മാഡത്തിന്റെ നമ്പറിലേക്ക് വിളിച്ച് കുട്ടനെ കൊണ്ടൊന്ന് സംസാരിപ്പിക്കാൻ ചെയ്യാലോ. ശരി, ഞാൻ നമ്പർ പറഞ്ഞുതരാം, സേവ് ചെയ്തോളൂ. ഒരു സെക്കൻഡ് മാഡം. പറഞ്ഞോളൂ മാഡം. ഹായ്, ബലൂൺ ബലൂൺ, എനിക്ക് ബലൂൺ വേണം. എനിക്കിത് വേണം, എനിക്കിത് വേണം. മാമ, കുട്ടാ നിക്ക് ഒരു മിനിറ്റ്. കുട്ടാ, എടാ നിക്ക് കുട്ടാ. എടാ ഞാൻ പറയുന്നേക്ക് കുട്ടാ, നിക്ക്. എനിക്കിത് വേണം. കുട്ടാ പറയുന്നേക്ക് നിക്ക്. കുട്ടാ